മഹാശിവരാത്രി ഭക്തർക്ക് ഒരു പുണ്യദിനമാണ്. ശിവനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഈ ദിനത്തിൽ ശിവന്റെ വിവിധ നാമങ്ങളെക്കുറിച്ചും അവയുടെ അർത്ഥങ്ങളെക്കുറിച്ചും അറിയുന്നത് കൂടുതൽ അനുഗ്രഹം നൽകും. ശിവന്റെ 7 പ്രധാന നാമങ്ങളും അവയുടെ അർത്ഥങ്ങളും അറിയാം. രുദ്രൻ, രൗദ്രഭാവത്തിന്റെ പ്രതീകം. രുദ്രൻ എന്ന പേര് രുദ്രരൂപത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഗർജിക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന ഈ നാമം ശക്തിയുടെയും ഉദ്ദേശബോധത്തിൻ്റെയും പ്രതീകമാണ്. ശിവന്റെ ഉഗ്രരൂപത്തെ ഇത് സൂചിപ്പിക്കുന്നു. ദേവദേവൻ, ദേവന്മാരുടെ ദേവൻ. ദേവദേവൻ എന്നാൽ എല്ലാ ദേവന്മാരുടെയും നാഥൻ എന്നാണ് അർത്ഥം. മഹാദേവൻ എന്ന മറ്റൊരു പേരും ശിവനുണ്ട്. ശങ്കരൻ, സന്തോഷവും സമൃദ്ധിയും നൽകുന്നവൻ. ശങ്കരൻ എന്നത് ശിവന്റെ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പേരാണ്. സന്തോഷവും സമൃദ്ധിയും നൽകുന്നവൻ എന്നാണ് ഈ വാക്കിന് അർത്ഥം. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന ശിവന്റെ കരുണാമയമായ ഭാവത്തെ ഈ പേര് എടുത്തു കാണിക്കുന്നു. ഭൈരവൻ, ഭയത്തിൻ്റെ നാഥൻ. കാലഭൈരവൻ എന്നും അറിയപ്പെടുന്ന ഭൈരവൻ ശിവന്റെ ഏറ്റവും ശക്തമായ രൂപത്തെ സൂചിപ്പിക്കുന്നു. ഭയത്തിൻ്റെ നാഥൻ എന്നാണ് ഈ പേരിന് അർത്ഥം. അധർമ്മത്തെ ഇല്ലാതാക്കുന്ന ശിവന്റെ ഭക്തിയെ ഇത് പ്രതിദാനം ചെയ്യുന്നു. ഗംഗാധരൻ, ഗംഗയെ താങ്ങുന്നവൻ. ഗംഗാധരൻ എന്ന പേര് സംസ്കൃത ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഗംഗ എന്ന വാക്ക് ഗംഗാ നദിയെയും ധര എന്നത് ധരിക്കുന്നവൻ അല്ലെങ്കിൽ താങ്ങുന്നവൻ എന്നും അർത്ഥം നൽകുന്നു. ശിവൻ ഗംഗാ നദിയെ തൻ്റെ തലയിൽ താങ്ങുന്നു എന്ന് ഈ പേര് സൂചിപ്പിക്കുന്നു. മഹേശ്വരൻ, ദേവന്മാരുടെ വലിയ നാഥൻ. മഹേശ്വരൻ എന്നാൽ ദേവന്മാരുടെ നാഥൻ എന്നാണ് അർത്ഥം. മഹ എന്നാൽ വലിയ എന്നും ഈശ്വര എന്നാൽ നാഥൻ എന്നും അർത്ഥം. ഈ പേര് ശിവന്റെ പരമാധികാരത്തെ എടുത്തു കാണിക്കുന്നു. ഇവയ്ക്ക് പുറമെ അർദ്ധനാരീശ്വരൻ, നീലകണ്ഠൻ തുടങ്ങിയ ഒട്ടനവധി പേരുകളിലും ശിവൻ അറിയപ്പെടുന്നു.